എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ പാറയും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ നേരുന്നു. ഈ പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ലഭിക്കപ്പെട്ട സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സകല പ്രിയപ്പെട്ടവരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ മറ്റ് ലേഖനങ്ങളുടെ എഴുത്തിൻ്റെ ഉദ്ദേശം കൂടെയാണ് നമ്മൾ ചേർത്ത് പഠിക്കുന്നത്. കാരണമെങ്കിലേ നമുക്ക് ഈ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സഭയെ ഒന്നിക്കുക, യൂണിറ്റിയാണ്. എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പദം എന്ന് പറയുന്നത് സഭയെ നയിക്കുക അല്ലെങ്കിൽ സഭയെ ലീഡ് ചെയ്യുക എന്നുള്ള ഒരു പദമാണ്. നാലാമത്തെ പോയിൻ്റാണ്. ഈ നാലാമത്തെ പോയിന്റിൽ സഭയെ നയിക്കുക, ലീഡിങ് ദ ചർച്ച്, അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. വളരെ അതിന് പറയേണ്ടത് ഗഗനമായും വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയും ചെയ്യേണ്ട ഒരു ആത്മീയ ശുശ്രൂഷയാണ് നയിക്കുക, ദൈവസഭയെ നയിക്കുക എന്ന് പറയുന്നത്. കാരണമെന്ന് പറയുന്നത് എങ്ങനെ സഭ കൂടണം, ആര് ദൈവസഭയെ നയിക്കണം, ദൈവസഭയ്ക്കകത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എങ്ങനെ കൊടുക്കണം, ഇങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങളുടെ ഒരു ശൃംഖലയാണ് ദൈവസഭ എന്ന് പറയുന്നത്. നമുക്കറിയാം 1 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം, അതുപോലെ തന്നെ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം, ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശുശ്രൂഷകന്മാരുടെ ക്വാളിറ്റീസ്, അവരുടെ യോഗ്യതകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരാധനയുടെ ക്രമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പാപത്തിൽ ജീവിക്കുന്നവനെ ശിക്ഷിക്കണമെന്നും കൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സഭയെ നയിക്കുന്ന ഒരു വ്യക്തിത്വം, ആ സഭയുടെ ലീഡിങ് എന്ന് പറയുന്നത് അവരുടെ യോഗ്യത, ഒരു നല്ല കുടുംബസ്ഥനായി നല്ല നിലയിൽ സഭയെ ഭരിക്കുക അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുക എന്നുള്ളതാണ്. ദൈവസഭയ്ക്കകത്ത് ആരാധനയുടെ ക്രമീകരണങ്ങൾ വേണ്ട നിലയിൽ ചെയ്യുക. അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് ഒരു സഭയുടെ നായകനെ സംബന്ധിച്ചിട്ട് കാണുന്നത്. ഇനി നമുക്കറിയാം, തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ക്രമക്കെട്ടതിനെ ക്രമപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം മൂപ്പന്മാരൊക്കെയുണ്ട് എന്ന് നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭ എന്ന് പറയുന്നത് അതിനൊരു നല്ല നടത്തിപ്പുകാരനുണ്ടായിരിക്കണം. ആ നടത്തിപ്പുകാരനാണ് ദൈവസഭയുടെ പ്രാധാന്യത അതിൻ്റെ ലിസ്റ്റിൽ നാം ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവരേണ്ടത്. കാരണം നായക സ്ഥാനത്ത് നിന്നും നായകൻ തെറ്റിപ്പോയാൽ
ആ സഭയുടെ ചിത്രമേ മാറുക. അതുകൊണ്ട് നായകസ്ഥാനത്ത് നിൽക്കുന്ന ഒരുവൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? എന്നിൽ ഒരു കൂട്ടം സഭയെ, ഒരു കൂട്ടം ജനത്തെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി ജീവിപ്പാൻ സ്വർഗം നമ്മളോട് ഈ പകലിൽ ഇടപെടുകയാണ്. കാരണം ദൈവസഭ എന്ന് പറയുന്നത് ഒരു മാനുഷിക നിർമ്മിതിയല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ദൈവസഭയ്ക്ക് എതിരെ ശക്തമായ പീഡനങ്ങളും ശക്തമായ വെല്ലുവിളികളും ശക്തമായ എതിർപ്പുകളും ആഞ്ഞടിക്കുമ്പോൾ ദൈവസഭയുടെ കാര്യസ്ഥൻ എന്ന് പറയുന്നത്, ദൈവസഭയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവമാണ് കാര്യങ്ങളെ ഏറ്റെടുക്കേണ്ടത്, ദൈവമാണ് കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവസഭയെ നയിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവപാദപീഠത്തിലിരുന്നു കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാവൂ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും പൊതിയണം, മാനവമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.